നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സുപ്രീം കോടതി ഉത്തരവ് അട്ടിമറിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചുവെന്ന് ആചാര്യ പ്രമോദ് കൃഷ്ണത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പ്രിയങ്കയുടെ അടുത്ത അനുയായി കൂടിയായിരുന്നു പ്രമോദ് കൃഷ്ണം. പാകിസ്ഥാൻ്റെ ശക്തിയെ പ്രകീർത്തിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയും രംഗത്തെത്തി. പാക് അധിനിവേശ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഭാരതത്തിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. രാധിക ഖേരയുടെ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം വീണ്ടും വെട്ടിലായി. തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപങ്ങൾ രാഹുലും പ്രിയങ്കയും അടക്കമുള്ളവർ അവഗണിച്ചുവെന്ന് AICC മുൻ മീഡിയ കോർഡിനേറ്റർ രാധിക ഖേരയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ഖലിസ്ഥാൻ ഭീകരരിൽ നിന്നും 1600 കോടി കൈപ്പറ്റിയെന്ന പരാതിയിൽ കെജ്രിവാളിനെതിരെ NIA അന്വേഷണം വേണമെന്ന് ലഫ്റ്റനന്റ് ജനറൽ VK സക്സേന. രാഹുലിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ കോൺഗ്രസ് നേതാവും പ്രിയങ്കയുടെ വിശ്വസ്തനുമായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണം രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സുപ്രീം കോടതി ഉത്തരവ് അട്ടിമറിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു. അടുത്ത അനുയായികളുമായുള്ള യോഗത്തിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണമെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ തീർത്തും പ്രതിസന്ധിയിലാക്കുന്ന തുറന്നുപറച്ചിലാണ് മുൻ കോൺഗ്രസ് നേതാവും പ്രിയങ്ക വദ്രയുടെ വിശ്വസ്തനുമായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണം നടത്തിയത്. 2019 ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുവാദം നൽകിയ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്ന് റായ്ബറേലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ പ്രഖ്യാപിച്ചിരുന്നതായി പ്രമോദ് കൃഷ്ണം പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് അപ്രസക്തമാകുമെന്നും ഈ നിലപാട് ഉപയോഗപ്പെടുത്തണമെന്നും രാഹുൽ നിർദ്ദേശിച്ചതായാണ് ആരോപണം. राहुल गांधी जी ने अपने नजदीकी लोगों की एक बैठक में अमेरिका के रहने वाले अपने एक शुभचिंतक के कहने पर, इशारे पर, सलाह पर यह बात कही थी कि अगर हमारी सरकार बनती है तो हम सुपर पावर कमीशन बना करके राम मंदिर के फैसले को पलट देंगे. उन्होंने ये भी कहा था जिस तरह शाहबानो का फैसला राजीव गांधी जी ने पलटा था. ഷാബാനോ കേസ് ഉത്തരവ് എങ്ങനെയാണോ രാജീവ് ഗാന്ധി അപ്രസക്തമാക്കിയത്, അതിന് സമാനമായി രാമക്ഷേത്ര വിധിയും അസാധുവാകുമെന്ന് അടുത്ത അനുയായികളുടെ യോഗത്തിൽ രാഹുൽ പറഞ്ഞുവെന്നും പ്രമോദ് കൃഷ്ണം വ്യക്തമാക്കി. പ്രിയങ്കയുടെ വിശ്വസ്തന്റെ തുറന്നുപറച്ചിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടം നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 3ാം ഘട്ടത്തിൽ ഗുജറാത്തിലാണ് ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ളത്. പ്രധാനമന്ത്രി നാളെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഗുജറാത്തിലെ 25 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഉം ഉത്തർപ്രദേശിലെ 10ഉം മധ്യപ്രദേശിൽ 9ഉം ഛത്തീസ്ഗഡിലെ 7ഉം ബീഹാറിൽ 5ഉം അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലും ഗോവയിൽ 2 മണ്ഡലങ്ങളിലും കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹാവേലി, ദാമൻ ദിയുവിലെ 2 മണ്ഡലങ്ങളുമാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നിരവധി പ്രമുഖർ മത്സരിക്കുന്ന 3ാം ഘട്ടത്തിൽ 1350 സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വികസന നേട്ടങ്ങൾ ഉയർത്തി BJP 3ാം ഘട്ടത്തെ നേരിടുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പരിങ്ങലിലാണ്. നേതാക്കളുടെ വലിയ കൊഴിഞ്ഞുപോക്കിനപ്പുറം രാഹുലിനും നെഹ്റു കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളെ മറികടക്കാൻ കോൺഗ്രസിനാകുന്നില്ല. പാരമ്പര്യ സ്വത്ത് കണ്ടുകെട്ടി സർക്കാരിന്റെ ഭാഗമാക്കുമെന്ന പ്രഖ്യാപനങ്ങളും കോൺഗ്രസിന് തിരിച്ചടിയാകും. അതിനാൽ തന്നെ മത്സരം നടക്കുന്ന 93 മണ്ഡലങ്ങളിലും താമര വിരിയിക്കാനാകുമെന്ന വിശ്വാസമാണ് BJP ക്യാമ്പുകളിൽ. ജനം, ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണം. ഖലിസ്ഥാൻ ഭീകരരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ചേരുകയാണ് നമ്മോടൊപ്പം. നന്ദൻ, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു വാർത്ത മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗുർപത്വന്ത് സിംഗ് പന്നു ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ പണം ശേഖരിച്ചു എന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിയിലേക്ക്, ഏത് നടപടിയിലേക്കാണ് VK സക്സേന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്?
ഐസൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലമാണ്. അതിൽ ഏറ്റവും പ്രധാനം നിലവിൽ നിരോധിത സംഘടനയായ തീവ്രവാദം മുന്നോട്ട് അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും $160 മില്യൺ, ഏതാണ്ട് 160 കോടി രൂപയോളം വരും, $16 മില്യൺ ഇവർ കൈപ്പറ്റിയെന്ന് ഇപ്പോൾ നേരത്തെ തന്നെ അത്തരം ചില ആരോപണങ്ങൾ ഇവർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ അന്വേഷണം ഈ ആരോപണത്തിന്മേൽ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യദ്രോഹം അടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ പരാതിക്കാരായി നിൽക്കുന്നത് ഹിന്ദു ഫെഡറേഷനാണ്. വേൾഡ് ഹിന്ദു ഫെഡറേഷൻ്റെ ആ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം അവർ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം കാനഡയിലൊക്കെ വലിയ വേരോട്ടമുള്ള സംഘടനയാണ് ഈ വേൾഡ് ഹിന്ദു ഫെഡറേഷൻ. അവിടെ കൃത്യമായ ഈ സിഖ് സംഘടനകൾ, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന AAP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി $16 മില്യൺ ശേഖരിച്ചതിൻ്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ അവരുടെ പക്കലുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച് വേണം ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനെന്നും ഈ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല 1993 യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ 31 പേർ, അതിലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് കരുതി അയാൾ ഇപ്പോൾ നിലവിൽ അയാൾക്ക് ആദ്യഘട്ടത്തിൽ തൂക്കുകയർ വിധിച്ചെങ്കിലും പിന്നീട് അയാളെ ജീവപര്യന്തമായി അയാൾക്ക് അത് കുറച്ചു നൽകിയിരുന്നു. അയാളെ വിട്ടുകിട്ടുവാൻ വേണ്ടി, ദേവേന്ദ്ര പുള്ളർ എന്ന അയാളെ വിട്ടുകിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി AAP ഇടപെടാമെന്ന് കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തയ്യാറാക്കിയ കത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരമൊരു കത്ത് ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു തീവ്രവാദ സംഘടനകളോട് AAP പുലർത്തുന്ന ഈ ഒരു അനുകമ്പ അല്ലെങ്കിൽ അത്തരം ഈ നിലവിൽ ദേശദ്രോഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ അകത്ത് കിടക്കുന്ന നേതാക്കളെ മോചിപ്പിക്കാനടക്കം AAP കാണിക്കുന്ന താല്പര്യം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ആഭ്യന്തര സെക്രട്ടറി ഇതിന്മേൽ സ്വീകരിക്കുന്ന നടപടിയായിരിക്കും നിർണായകം. NIA അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ്. സ്വാഭാവികമായും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്ന വിഷയമായതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ NIA അന്വേഷണം വേണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഐസൻ, നന്ദൻ, തീർച്ചയായും ബുള്ളറുടെ മോചനം അതിലിടപെടാമെന്ന ഒരു വാഗ്ദാനം നേരിട്ട് നൽകിയെന്ന് തന്നെയാണ് അന്ന് ഗുർപത്വന്ത് സിംഗ് പന്നു വ്യക്തമാക്കുകയും ചെയ്തത്. ആ വീഡിയോയിലെല്ലാം തന്നെ അത് വ്യക്തമായിരുന്നു. അത്തരത്തിലൊരു ഡിജിറ്റൽ വിവരം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ മോചനം സാധ്യമാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? AAPക്ക് അതിൻ്റെ നേട്ടം എന്താണ്? ആം ആദ്മി പാർട്ടിക്ക് എന്ത് നേട്ടമാണ് ഈ മോചനം സാധ്യമാക്കുന്നത് കൊണ്ടുണ്ടാവുക? സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, സിഖ് സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ആം ആദ്മി പാർട്ടി. അതിനായി പല ഗിമിക്കുകളും കെജ്രിവാൾ പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ബുള്ളറുടെ മോചനം വഴി സാധ്യമാകാൻ അല്ലെങ്കിൽ ബുള്ളറുടെ മോചനം വഴി AAPക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള ആ നേട്ടം? ഐസൻ, ദേവേന്ദ്രപാൽ പുള്ളർ എന്ന വ്യക്തിയാണ് ഈ 93 നടന്ന സ്ഫോടനത്തിൽ അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തി. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അയാൾക്ക് തൂക്കുകയർ വിധിച്ചതും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു നൽകിയതും. ഇതിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് AAP പുലർത്തുന്ന അല്ലെങ്കിൽ AAPയുടെ നിലപാടുകൾ, അത് കോൺഗ്രസ് പോലും അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നിൽക്കുന്നത്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നടന്നൊരു സ്ഫോടനം, 9 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രാജ്യത്തെ നടുക്കിയ വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം നടത്താമെന്നും അല്ലെങ്കിൽ അതിലെ മുഖ്യ പ്രതിയെ രക്ഷിച്ച് വീണ്ടും അവർക്ക് ആ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയ്ക്ക് നൽകാമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും ഇത്തരമൊരു സംഘടനയോട് ആഭിമുഖ്യം പുലർത്തുമ്പോൾ 2 തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് സാമ്പത്തികമായ നേട്ടം, മറ്റൊന്ന് വോട്ട് ബാങ്കിൽ വലിയൊരു നിർണായക പങ്ക് വഹിക്കുവാൻ ഈ ഒരു സിഖ് ജനതയ്ക്ക് കഴിയും. സ്വാഭാവികമായും നമുക്കറിയാം, പഞ്ചാബിലടക്കം സിഖ് ജനതയുടെ വലിയ അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി അവിടെ ഇപ്പോൾ ഭരണം കൈയാളുന്നതെന്ന് വ്യക്തമാണ്. ഈ പണം, ഈ സിഖ് ഫോർ ജസ്റ്റിസ് നൽകിയ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് അടക്കം അല്ലെങ്കിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അടക്കം ഇവിടങ്ങളിലൊക്കെ തന്നെ AAP വിനിയോഗിച്ചെന്നും അതേപോലെ തന്നെ ഇവിടുത്തെ നേതാക്കൾക്കൊക്കെ ഇത്
ഇത് കൃത്യമായി തന്നെ അതിൻ്റെ പങ്ക് വിഹിതങ്ങൾ കൈപ്പറ്റിയെന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയോടും അതേപോലെ തന്നെ ദേവേന്ദ്രപാൽ പുള്ളറോടും ഇങ്ങനെ ഒരു ആഭിമുഖ്യം കാട്ടുന്നത് അല്ലെങ്കിൽ അനുകമ്പ കാട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ആരോപണങ്ങൾ BJP അതിനിടെ ഉയർത്തിക്കൊണ്ട് അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ AAPയുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. BJPയുടെ രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നാണ് സ്വാഭാവികമായും AAP അവിടെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് രാജ്യത്ത് നാളെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുമ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു പ്രതിരോധം തീർക്കുകയല്ലാതെ ആം ആദ്മി പാർട്ടിക്ക് മറ്റു പോംവഴികളില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിൻ്റെ മൗനം തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്താണ് ബോംബ് സ്ഫോടനം നടത്തിയത്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അതിൽ ഏറ്റവും മുഖ്യ പങ്കാളിയായ അല്ലെങ്കിൽ മുഖ്യപ്രതിയായ ദേവേന്ദ്രപാൽ പുള്ളർ, ഈ പുള്ളറിനെ വെളിയിൽ ഇറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് മോചനം സാധ്യമാക്കുവാൻ വേണ്ടി അതിൽ ഇടപെടാമെന്ന് കാണിച്ചുകൊണ്ട് പിന്നീട് അതിൽ പുനരന്വേഷണം നടത്താമെന്നൊക്കെ കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കത്ത് പോലും തയ്യാറാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും ഉയർന്നു വന്നപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും തേടിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി സർ. തീർച്ചയായും നന്ദഗോപൻ, ഈ കോൺഗ്രസും AAPയും തമ്മിലുള്ള ആ സഖ്യം തന്നെയാണ് നേരത്തെ അവരുടെ ദില്ലി അധ്യക്ഷൻ രാജിവെക്കുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങിയത്. അത്തരത്തിലൊരു തർക്കം, അതായത് ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിൽ ഒരു സ്ഫോടനം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്നയാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നവരുമായി സഖ്യം ചേരുന്നതിലെ ആ ഒരു യുക്തിഭദ്രതയില്ലായ്മ ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഘടകം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതേപോലെ തന്നെ വിവിധ കോണുകളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതുതന്നെയാണ്. അതായത് പഞ്ചാബിലടക്കം ബദ്ധശത്രുക്കളായി നിന്ന് വോട്ട് തേടിയവർ അല്ലെങ്കിൽ ആശയപരമായി തന്നെ രണ്ട് കോണിൽ നിൽക്കുന്നവർ അവർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിടുമ്പോൾ അവർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സഖ്യം, അതായത് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള സഖ്യം വേണ്ട, ഒരു വിഭാഗം മുതിർന്ന നേതാക്കളടക്കമായ ഒരു സഖ്യ സാധ്യതകളെ ആദ്യം തള്ളിയതാണ്. എന്നാൽ AICC ആസ്ഥാനത്ത് KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയ ചർച്ചകളുടെ പരിണിത ഫലമായിട്ട് ഈ ഒരു വിഭാഗം നേതാക്കളെ ചെവിക്കൊള്ളാതെ അവർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇരുവരും മുന്നോട്ട് ചേർന്ന് നീങ്ങാമെന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ ഡൽഹിയിലടക്കം സീറ്റുകൾ പോലും പങ്കുവെക്കുന്ന സാഹചര്യം, ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുകളും കോൺഗ്രസിന് 3 സീറ്റായി ചുരുക്കി നൽകിയതുമൊക്കെ തന്നെ ചോദ്യചിഹ്നമായി പലരും ഉയർത്തിക്കാട്ടി. ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഡൽഹിയുടെ PCC അധ്യക്ഷൻ രാജിവെക്കുകയും 4 പേജുള്ള കത്ത് മല്ലികാർജ്ജുന ഖാർഗെക്ക് നൽകിയതും ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു. അതും ഈ വലിയ അഴിമതി ആരോപണത്തിൽ അല്ലെങ്കിൽ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ അവിടെ താഴെത്തട്ടിൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കൂടി മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ കൂടി ചെവിക്കൊണ്ടിട്ട് വേണം നേതൃത്വം ഇത്തരമൊരു തീരുമാനമെടുക്കാൻ എന്നുള്ള, അല്ലെങ്കിൽ ഈ 4 പേജുള്ള കത്തിൽ ഇത്തരം ഈ വാർത്തയുടെ ഗൗരവം വളരെയധികം ഗൗരവം അർഹിക്കുന്നൊരു വാർത്ത തന്നെയാണ്. ഇത് തന്നെയായാലും അടുത്ത വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ഭീകരതയെ അന്തസ്സില്ലാത്ത രാഷ്ട്രീയത്തിനെ ഇന്ത്യ മുന്നണി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി. ജൂൺ 4 ഒഡീഷയിലെ ബിജു ജനതാദൾ സർക്കാരിൻ്റെ അവസാന ദിനമാകും. ജൂൺ 10 NDA സർക്കാർ അധികാരത്തിലേറി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നും ഒഡീഷയിലെ ജനതയെ സത്യപ്രതിജ്ഞയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലെ ബർഹാംപൂരിൽ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിനെതിരെ ഉയർത്തിയത്. തീവ്രവാദ അനുകൂല നിലപാടുകളാണ് സഖ്യം പിന്തുടരുന്നത്. അതിൻ്റെ ഭാഗമായാണ് പ്രീണന രാഷ്ട്രീയം നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബിജു ജനതാദൾ സർക്കാരിൻ്റെ അവസാന ദിനമാണ് ജൂൺ 4. അന്ന് BJP നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആരെന്ന് അറിയാനാകും. ജൂൺ 10 സത്യപ്രതിജ്ഞ നടക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 4 जून पर यहां बीजेडी सरकार की एक्सपायरी डेट लिखी हुई है. 4 जून
बीजेडी की एक्सपायरी डेट लिखी हुई है, मान लीजिए। ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത്. ഭീകരതയ്ക്കെതിരായ സന്ധിയില്ലാ സമരവും അഴിമതിക്കെതിരായ കർശന നിലപാടുകളും ഒരുപോലെ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം. പാകിസ്ഥാന്റെ ശക്തിയെ പ്രകീർത്തിച്ച് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള. പാക് അധിനിവേശ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഭാരതത്തിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ മുന്നറിയിപ്പ്. പാക് അധിനിവേശ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ നോക്കി നിൽക്കില്ലെന്നും അവർ ഭാരതത്തിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്നുമാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. പാക് അധീന ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമാകുമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുമ്പോഴായിരുന്നു അയൽ രാജ്യത്തിന്റെ ശക്തിയെ ഫാറൂഖ് അബ്ദുള്ള എടുത്തു പറഞ്ഞത്. പ്രതിരോധ മന്ത്രി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകണമെന്നും എന്നാൽ പാകിസ്ഥാൻ കയ്യിൽ വളകളിട്ട് നോക്കി നിൽക്കില്ലെന്നും അവർ ആണവ ശക്തിയാണെന്നുമായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ മുന്നറിയിപ്പ്. डिफेंस में सर कह रहे हैं तो करें, हम कौन से रोकने वाले हैं, हमें तो पहुंचेंगे नहीं। ये भी याद रखे वो भी चूड़ियां पहने हुए नहीं है, याद रखिएगा। उनके पास भी एटम बम है, याद रखिएगा। और अफसोस यह है कि वो एटम बम हमारे ऊपर ही गिरेगा। ജമ്മു കാശ്മീരിൽ സമാധാന നീക്കങ്ങൾക്കും സൈനിക നടപടികൾക്കും തുരങ്കം വെക്കുന്ന പ്രസ്താവനകൾ നേരത്തെയും ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാക് അധീന ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ രാജ്യത്തിന്റെ ഭരണകൂടം തീരുമാനിച്ചാൽ ഗിൽജിറ്റിലെത്തിയിട്ടേ തിരിഞ്ഞു നോക്കുമെന്നും സൈന്യം സജ്ജമാണെന്നും സൈനിക മേധാവിമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. രാധിക ഖേരയുടെ വെളിപ്പെടുത്തലിൽ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപങ്ങൾ രാഹുലും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടും മൗനം തുടരുകയാണെന്ന് AICC മീഡിയ കോർഡിനേറ്ററായിരുന്ന രാധിക ഖേര തുറന്നടിച്ചു. ന്യായയാത്രയല്ല, മറിച്ച് ട്രാവൽ വ്ലോഗ് നിർമ്മിക്കുക മാത്രമാണ് രാഹുൽ ചെയ്തതെന്നും രാധിക ഖേര പറഞ്ഞു. വനിതാ നേതാക്കൾ AICC നേതൃത്വത്തിനെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിച്ചതിന്റെ പേരിൽ പാർട്ടി നേതാക്കളിൽ നിന്നും നേരിട്ട അധിക്ഷേപങ്ങളും വെല്ലുവിളികളും തുറന്നുകാട്ടി മല്ലികാർജുന ഖാർഗെയ്ക്ക് രാജിക്കത്ത് നൽകിയ രാധിക ഖേര കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി. പ്രിയങ്ക, രാഹുൽ, ഖാർഗെ എന്നിവരുടെ മൗനം ഇപ്പോഴും തന്നെ അലട്ടുന്നുവെന്ന് രാധിക ഖേര പറഞ്ഞു. कब राम मंदिर मिलेगा, कब राम लल्ला के दर्शन करने जाएंगे? और वो पार्टी जिसकी शुरुआत हर सभा की रघुपति राघव राजा राम से होती थी, मैं कभी जीवन में नहीं सोच सकती थी कि वो राम जी की इतनी दुश्मन निकलेगी और उनको इतना कष्ट होगा कि कोई राम लल्ला की उपासना करेगा, तो और उसका ऐसी सजा मुझे मिलेगी, मैंने कभी नहीं सोचा था। आज भी मेरे रोंगटे खड़े होते हैं सोच के कि जब मुझे उस कमरे में बंद किया गया और प्रियंका गांधी जी की चुप्पी आज तक मुझे तकलीफ दे रही है। राहुल गांधी जी की चुप्पी, मल्लिकार्जुन खड़गे जी की चुप्पी. ന്യായയാത്ര എന്തിനു വേണ്ടിയെന്ന് വ്യക്തമല്ല. ന്യായയാത്രയല്ല, മറിച്ച് ട്രാവൽ വ്ലോഗ് നിർമ്മിക്കുക മാത്രമാണ് രാഹുൽ ചെയ്തതെന്നും രാധിക ഖേര തുറന്നടിച്ചു. राहुल गांधी जी किसी से नहीं मिले, वो आते थे अपने यात्रा में 5 मिनट हाथ हिलाते थे, जाके अपने अंदर ट्रेलर में बैठ जाते थे, कार्यकर्ता से भी नहीं मिलते थे। लगातार मैं वहां पे बोलती रही कि हमें 5 मिनट मुलाकात करा दीजिए, वो किसी से नहीं मिलते थे। उनको सिर्फ न्याय यात्रा कहने के लिए करनी थी, पता नहीं किसकी न्याय थी। वो ज्यादा तो मुझे लग रहा है कि उनको ट्रैवल ब्लॉगर बनने का शौक है और वो ट्रैवल ब्लॉगिंग कर रहे थे वहां आके. റായ്ബറേലിയിൽ രാഹുൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനിടയിൽ ഉയരുന്ന വെളിപ്പെടുത്തലുകൾ ഓരോന്നും തിരിച്ചടിയാകുമെന്ന ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട്. ജനം, ഡൽഹി. മഹാഭാരതം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.